Hey guys, welcome back to my channel guys. അയ്യോ സ്റ്റിക്കി പോകുമ്പോൾ വേണ്ട. Hey guys, welcome back to my channel. സോ നമ്മൾ നമ്മുടെ ചലഞ്ച് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ സോറി. ഓക്കെ ഗൈസ്, നമ്മുടെ ചലഞ്ച് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ചലഞ്ചിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് ചലഞ്ച് എടുത്ത് കളിക്കാൻ നോക്കുക ഗൈസ്. സോറി ഗൈസ്, ഞാനിത് എങ്ങോട്ടല്ലേ പോകുന്നത് ഗൈസ്. നിങ്ങൾ നെറ്റ് ഓൺ ആക്കുക, എന്നിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് എടുക്കുക, നെറ്റ് ഓണായി എന്ന് ഉറപ്പ് വരുത്തുക, എന്നിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ആഡ് വരുമായിരിക്കും ഗൈസ്. അത് ഞാൻ തന്നെ നടന്നു പോകണം. ഓക്കെ ഗൈസ്, ലിങ്ക് പേസ്റ്റായി. ഇനി നമ്മൾ കളി റീസ്റ്റാർട്ട് അടിക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ കളി റീസ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട്. ഇനി കണ്ട ഗൈസ്, അങ്ങ് നമുക്കൊരു റാമ്പ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമുക്ക് അങ്ങോട്ട് നിസാൻ GTR എടുത്തിട്ട് പോവാം. ഞാൻ ഓൾറെഡി അവിടെ ഒരു നിസാൻ GTR സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ റീലോഡിൻ്റെ ചെക്ക് പോയിൻറ്റിൽ നിന്ന് റീലോഡ് അടിക്കാനുള്ള ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് പോയിൻറ്റിലോട്ട് നമ്മൾ റീലോഡായി പോകുന്നതാണ്. ഇപ്പം നമുക്ക് ഇങ്ങനെയും പോവാം ഗൈസ്. അവിടെ ഞാൻ ഒരു ചെറിയ എൻട്രൻസ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് മോഡിഫൈ ചെയ്ത് ഗൈസ് കുറേയൊക്കെ. കണ്ടോ, ഞാൻ ഈ സൈഡ് മൊത്തം മൂടിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഞാൻ ഒരു എൻട്രൻസ് വെച്ച് അപ്പുറത്തെ സൈഡും വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു നിസാൻ GTR വെച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇവിടെയും ഞാനൊരു കയറാനുള്ള അല്ലെങ്കിൽ ഇറങ്ങാനുള്ള വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സൈഡ് മൊത്തം മൂടി ഗൈസ്. പുതിയതായിട്ട് കുറേ അപ്ഡേറ്റിൽ കുറേ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ആക്കാൻ പറ്റി. ഇനി നമുക്ക് മറ്റേ നിസാൻ GTR എടുത്തുകൊണ്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ കുറച്ച് ചെക്ക് പോയിൻ്റ് ഒക്കെ ഉള്ളൂ. 3-4 ചെക്ക് പോയിൻ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. 1 2 3 5 6 ചെക്ക് പോയിൻ്റ് ഉണ്ട് ഗൈസ്. അത്യാവശ്യം പാടാണ് ഗൈസ് ഫോർ ബിഗിനേഴ്സ്. ഇത് കുറേ ഉണ്ട് ഗൈസ്. കുറേ ഉണ്ടെന്ന് ചോദിച്ചാൽ കുറച്ചേ ഉള്ളൂ, എന്നാലും കുറേ ഉണ്ട് ഗൈസ്. ഇത് ഞാൻ കുറേ ഒക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ മോഡിഫൈ ചെയ്ത് ഇത് കണ്ട ഗൈസ്, ഇവിടെ ഇത് നേരെ തിരിച്ചായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നേരെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ മിക്കവാറും നമ്മൾ പെടും. പിന്നെ ഗൈസ്, ഈ കണ്ടെയ്നർ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണേൽ ചാടിയാൽ മതി. ഓക്കെ ഗൈസ്, പിന്നെ ഇതാ ഇവിടെയും സർക്കിളിൻ്റെ സാധനമായിരുന്നു വെച്ച് അത് കുറച്ച് മാറ്റിയിട്ടുണ്ട്. താഴത്തെ റാമ്പ് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റോഡിലോട്ടാണ് പോകുന്നത്. ഈ റോഡിൻ്റെ സൈഡൊക്കെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്, ആ സൈഡ് വഴി ആരും പോകാതിരിക്കാൻ. സോ അത് ഞാൻ നിങ്ങളോട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈഡ് ഞാൻ മൂടുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മൂടിയിട്ട് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ടില്ലായിരുന്നല്ലേ. ഇനി ഇതാണ് ഗൈസ് റോഡ്, അങ്ങേ അറ്റം വരെ റോഡാണ്. ഇത് കണ്ട ഗൈസ്, അങ്ങ് മണ്ടയിലൊക്കെ കണ്ടോ, നിങ്ങൾക്ക് കുറേ റാമ്പ് കാണാൻ പറ്റും. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നാൽ ഗൈസ്, ഇവിടുത്തെ ബഗ് എല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ട ഗൈസ്, ഇനി ഇവിടെ നിന്നാണ് ഗൈസ് കുറച്ച് പണി വരാൻ സാധ്യത എല്ലാവർക്കും. കണ്ട, ഇവിടെ ഞങ്ങൾ കുടുങ്ങും ഗൈസ്. പിന്നെ ഇവിടുന്ന് ഇടയിൽ കുടുങ്ങുവാണെങ്കിൽ നിങ്ങൾ റീലോഡ് അടിച്ച് വീണ്ടും അങ്ങനെ തുടങ്ങുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ഗൈസ്, അതിനല്ലേ ചെക്ക് പോയിൻ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ചെക്ക് പോയിൻ്റ് ഇവിടെ എത്തും. അല്ലാതെ ഇടയിൽ നിന്ന് നിർത്തി കാറിൽ നിന്ന് ഇറങ്ങി മറ്റേ പരിപാടി കാണിക്കരുത്. ഇവിടെ ചെക്ക് പോയിൻ്റ് എടുക്കാൻ എളുപ്പമാണ് ഗൈസ്. കണ്ട, ഇനി അങ്ങോട്ട് അടുത്തടുത്ത് ചെക്ക് പോയിൻ്റ് ഉണ്ട് ഗൈസ്. കുടുങ്ങിയാലും പ്രശ്നമൊന്നുമില്ല, എനിക്കറിയാം ഗൈസ് കുടുങ്ങുന്നത്. ഇനി ഇവിടുന്ന് നിങ്ങൾ കുറച്ച് സ്പീഡിൽ പോകേണ്ടി വരും. ഇവിടുന്ന് ഒരു സൈഡിനെ കയറിവെടുക്കുക. കണ്ട, അത്രയും പെട്ടെന്ന് കയറിവെടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഇവിടെ 6 റാമ്പാണെന്ന് തോന്നുന്നു ഗൈസ്. 6 R5 റാമ്പ് 5 വെച്ചിട്ടുണ്ട്. അവിടുന്ന് നല്ല സുഖമായിട്ട് നമുക്ക് തിരിയാൻ പറ്റും. കണ്ട, ഇവിടുന്ന് കുഴപ്പമില്ലാതെ തിരിയാം. ഇവിടെ കുറച്ച് എളുപ്പമാണ് ഗൈസ് ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അവിടുന്ന് തുടങ്ങണ്ടേ. പിന്നെ അവിടെ കുറച്ച് പേരെ ഈസിയാണ് ഗൈസ്. നമുക്ക് ഈ സൈഡിലൂടെ ഞാൻ ഒരു വേ വെച്ചിട്ടുണ്ട് ഗൈസ്, പക്ഷെ അത് കുറേ പേര് കാണൂല. എന്നിട്ട് ഈ വഴി പോകാൻ നോക്കിയിട്ട് അവിടെ കൊടുക്കും ഗൈസ്. ഇവിടെ ഭയങ്കര പാടാണ്. ഇവിടെ ഞാൻ ശരിക്കും ചെക്ക് പോയിൻ്റ് വെക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ ഇവിടെ കുറച്ച് പാട് വരുന്നതുകൊണ്ടാണ് ഞാൻ ചെക്ക് പോയിൻ്റ് വെച്ചത് കേട്ടോ. ഞാൻ തന്നെ കളിച്ചിട്ട് കുറേ കളി എടുത്തു റെഡിയാക്കാൻ വേണ്ടിയിട്ട്, അല്ല ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടിയിട്ട്, കയറ്റി അപ്പുറത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. കയറ്റി എത്തിക്കാൻ പറ്റൂല എന്നൊന്നുമില്ല ഗൈസ്, പറ്റും, പക്ഷേ കുറച്ച് പാടാണ് ഗൈസ്. നമുക്കൊരു സൈഡിലോട്ട് കയറെടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞൊടിയാം. അതാ മോനെ, കിട്ടി. അയ്യാ ഗൈസ്, ഞാൻ റിവേഴ്സ് ആണല്ലോ എടുത്തേ.
എൻ്റെ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. റിവേഴ്സൊക്കെ എടുത്തിട്ടാണ് ഗൈസ് വന്നത്. ഇവിടെ ചെറിയ റാമ്പ് പോലെ നമ്മൾ P14-15 മിക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നമ്മൾ ചാടണം. കുറച്ച് സ്ലോയിൽ ചാടുന്ന നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങൾ പെടും ഗൈസ്. ഇവിടുന്ന് നിങ്ങൾ കുറച്ച് സ്പീഡിൽ പോകണം, ഇല്ലെങ്കിൽ നിങ്ങൾ പെടും. 100% പറയുകയാണ്. ഓക്കെ, അവിടുന്ന് ഒരു ചെക്ക് പോയിൻ്റ് എടുത്ത് അയ്യാ ഓക്കെ അയ്യാ ഗൈസ്, നമ്മൾ ആക്സിലേറ്റർ ഫുള്ളി കൊടുത്തിട്ട് ഈ ചെക്ക് പോയിന്റിലേക്ക് റീലോഡ് അടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല ഗൈസ്. നമ്മളിനി ചുമര് പിടിച്ച് കയറണം ഇവിടുന്ന്. അതുകൊണ്ടാണ് അത്യാവശ്യം സ്പീഡ് കയറണം എന്ന് പറഞ്ഞത്. കൂടുതൽ കണ്ട ഈ ചുമര് കൂടിപ്പോയാലും ചുമരല്ല, സ്പീഡ് കൂടിപ്പോയാലും പ്രശ്നമാണ്. എൻ്റെ ഗൈസ്, ഫൈനലി നമ്മളിവിടെ എത്തി. നമ്മളിവിടുന്ന് ഒറ്റ ചാട്ടം ചാടണം ഗൈസ്. അവിടെ ഒരു റാമ്പ് 5 ഞാൻ വെച്ചിട്ടുണ്ട്, റാമ്പ് 4. അത് ഞാൻ ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വെച്ചതാണ്. അങ്ങോട്ട് ചാടി നമ്മൾ താഴ്ത്തി ചാടി കഴിഞ്ഞാൽ നമ്മൾ ചാവുന്ന ഉറപ്പാണ് എനിക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയും ഞാൻ ഒരു ചെക്ക് പോയിൻ്റ് വെച്ചിട്ടുണ്ട് ഗൈസ് ചുമ്മാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. എൻ്റെ ഗൈസ്, ഇത് ഞാൻ മെജീഷ്യൻ വല്ലതാണോ? ഇപ്പം മെജീഷ്യൻ അല്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ.